ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 91-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 80 തുടങ്ങി 86 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ തൊട്ട് മുൻപത്തെ പേജിൽ മനസ്സിലാക്കിയ കാര്യം എന്തായിരുന്നു? അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ദുർബലരായ ആളുകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യം നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഈ മരണത്തെ പേടിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാരും യുദ്ധത്തിന് പോകാണ്ടിരിക്കണം, ഈ കപടവിശ്വാസികളിൽ നിന്നുള്ളവരൊക്കെ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എവിടെ തന്നെ പോയി ഒളിച്ചാലും, ഏത് ഭദ്രമായ കോട്ടയിൽ പോയി ഒളിച്ചാലും നിങ്ങളുടെ സമയം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ട എന്താ, ഈ കപടവിശ്വാസികൾ അള്ളാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേനെയും 2 തട്ടിൽ വെക്കണ ഒരു രംഗമാണ് നമ്മൾ കണ്ടതല്ലേ. അവർക്ക് എന്തെങ്കിലും ഒരു നന്മ ബാധിച്ചാൽ അവർ പറയും എന്താ, ഇതൊക്കെ ഞങ്ങൾക്ക് അള്ളാഹു തന്നതാണെന്ന് പറയും. എന്തെങ്കിലും ഒരു വിപത്ത് ബാധിച്ചാൽ അവർ പറയും എന്താ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണമാണ് ഞങ്ങൾക്കിത് ഉണ്ടായത് എന്ന് പറയും. അങ്ങനെ അള്ളാഹുവിനെ റസൂലിനെയും വേർതിരിച്ച് കാണുകയാണ് അവർ. അപ്പം അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് നന്മ ബാധിച്ചാലും തിന്മ ബാധിച്ചാലും ഒക്കെ അത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. പക്ഷേ നന്മ അള്ളാഹുവിൽ നിന്നുള്ള ഫളിലാണ്. പക്ഷേ തിന്മ എന്താണ്? നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ തിന്മ ബാധിച്ചത്. അത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്, അള്ളാഹു അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് എന്നൊക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. അപ്പം അള്ളാഹു പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും ഒന്നും വേർതിരിച്ച് കാണണ്ട. ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണത് എന്നാൽ അവർ മാത്രമാണ് അള്ളാഹുവിനെ അനുസരിക്കണത് എന്നാണ് അള്ളാഹു അടുത്ത ആയത്തിൽ നമുക്ക് പറഞ്ഞു തരണേ. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടത്തിനല്ല അല്ലേ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരണേ, വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണ കാര്യങ്ങൾ ആര് പറയണതാണ്? അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ് നമ്മളെ അറിയിക്കണത്. ആര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നുവോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നെ. അപ്പം നമുക്ക് ആയത്തിലോട്ട് പോവാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا. മൻ ആര്, യുത്ത അത്വാ എന്നുള്ള വാക്കാണ്. അത്വാ അനുസരിച്ചു. അപ്പം യുത്തി അനുസരിക്കുന്നു. യുത്തിഇർ റസൂല ആര് റസൂലിനെ അനുസരിക്കുന്നു. ഫഖദ് എന്നാൽ തീർച്ചയായും അത്വാ അള്ളാഹ് അവന് അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത് എന്നാണ് പറഞ്ഞു തരുന്നത്. ഇനി വമൻ തവല്ല, ഇനി ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാലോ, ഫമാ അർസൽനാക്ക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, എന്നാൽ മാ അർസൽനാക്ക നിന്നെ നാം അയച്ചിട്ടില്ല, നബിയെ താങ്കളെ നാം അയച്ചിട്ടില്ല, അലൈഹിം അവരുടെ മേൽ ഹഫീല ഒരു കാവൽക്കാരനായി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ആശ്വാസം കൂടിയാണ് അവിടെ പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രബോധനം നടത്തുമ്പോൾ അതിൽ വിശ്വസിക്കണവരുണ്ട്, വിശ്വസിക്കാത്ത ആളുകളും ഉണ്ടല്ലേ. അപ്പം ആരെങ്കിലും ഈ പ്രബോധനത്തിൽ നിന്നും തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നബിയെ താങ്കൾ വിഷമിക്കേണ്ട, താങ്കളെ ഞാൻ അയച്ചേക്കണം എന്താണ്, ഈ സന്ദേശം അവരെ എത്തിക്കാൻ വേണ്ടി മാത്രമാണ്. അവരെ മേലൊരു കാവൽക്കാരനായിട്ടൊന്നും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. കാരണം എല്ലാവരെയും നരകത്തിൽ നിന്ന് കാത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുവരണമെന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബാധ്യതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത മാത്രമേ ഉള്ളൂ എന്ന് അള്ളാഹു അവിടെ ഓർമ്മിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ആശ്വാസം കൊടുക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് വിഷമിച്ചിരുന്നു അല്ലേ. എൻ്റെ സമൂഹം എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുകൊണ്ട് കണ്ടതാണ് ഈ സ്വർഗവും നരകവും അവിടെ കിട്ടുന്ന ശിക്ഷകളും ഒക്കെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയേറെ തൻ്റെ സമുദായത്തിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും ഇവർ തിരിഞ്ഞു കളയുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമിക്കേണ്ട അത്രത്തോളം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേനെ അള്ളാഹു അവിടെ ആശ്വസിപ്പിക്കുകയാണ്, നബിയെ താങ്കൾ വിഷമിക്കേണ്ട, താങ്കളെ ഒരു കാവൽക്കാരനായിട്ടൊന്നും ഞാൻ അയച്ചിട്ടില്ല എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലുള്ള ഒരു കൂട്ടം ആളുകളെ കുറിച്ചിട്ടാണ്. അവരെന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിരുന്നിട്ട് നബി പറയണ കാര്യങ്ങൾക്കൊക്കെ അവർ സമ്മതിക്കും, എല്ലാം ഞങ്ങൾ അനുസരിച്ചു എന്ന രീതിയിൽ അവർ പറയും.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? രാത്രി എല്ലാവരും കൂടിയിരുന്ന് ഭയങ്കര ഗൂഢാലോചനയാണ്. ഇതിനെങ്ങനെ തകിടം മറിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ എന്തൊക്കെ കുതന്ത്രങ്ങൾ ഉണ്ടാക്കാം എന്ന് കൂടിയാലോചന നടത്തുകയാണ് ഇവരെ പണി, ഈ കപട വിശ്വാസികളുടെ. അപ്പം അള്ളാഹു പറയാണ്, നിങ്ങൾ ചെയ്യണതൊക്കെ ഞാൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നാണ് അള്ളാഹു പറയണത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്നിട്ട് അള്ളാഹു പറയാണ്, നബിയെ താങ്കൾ അവരെ വിട്ടേച്ചു പോകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാം കപട വിശ്വാസികൾ ഈ കൂട്ടത്തിലുണ്ടെന്ന്. കാരണം ഉഹദ് യുദ്ധത്തിന് പോയി ഒരു സംഘം 300 പേരാണ് തിരിച്ചു മടങ്ങിപ്പോകുന്നത്, ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പം അങ്ങനത്തെ ആൾക്കാരെ നിന്നൊക്കെ താങ്കളെ തിരിഞ്ഞു കളഞ്ഞോളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുക. അള്ളാഹു തന്നെ മതി ഭരമേൽപ്പിക്കാൻ, അള്ളാഹു തന്നെ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും അള്ളാഹു നോക്കിക്കോളാം എന്നാണ് അള്ളാഹു പറഞ്ഞു കൊടുക്കണേ അടുത്ത ആയത്തിൽ. അപ്പോൾ ആയത്ത് നമുക്ക് നോക്കാം. ويقولون طاعة فإذا برزوا من عندك بيت طائفة منهم غير الذي تقول والله يكتب ما يبيتون فأعرض عنهم وتوكل على الله وكفى بالله وكيلا. വയക്കൂലൂന അവർ പറയും, ത്വാഅത്ത് എന്താണ്? അനുസരണം. നമ്മൾ ആ ത്വാ എന്നുള്ള വാക്ക് പഠിച്ചില്ലേ തൊട്ട് മുമ്പത്തെ ആയത്തിൽ, അത് തന്നെയാണ്, ആ വാക്ക് തന്നെയാണ്, അതിൻ്റെ മസ്ദറാണ്. അനുസരണം എന്നാണ് അർത്ഥം അല്ലേ. ആ ത്വാ അനുസരിച്ചു, ത്വാഅത്തുൻ അനുസരണം. അപ്പോൾ ഇവർ പറയും ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയണത്. ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണെന്നാണ് അവരുടെ പ്രഖ്യാപനം. ഫഇദാ ബറസു, ഇനി അവർ അവിടെ നിന്ന് വിട്ടുപോയാൽ, ബറസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിയിൽ പോവുക, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, മിൻ ഇൻദിക നിന്റെ അടുക്കൽ നിന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ താങ്കളുടെ അടുക്കൽ നിന്നും അവർ വെളിയിൽ പോയാൽ അവരെന്താ ചെയ്യണത്? ബയ്യത്ത, അവർ രാത്രി ഗൂഢാലോചന നടത്തുന്നു. ബയ്യത്ത എന്ന് വെച്ചാൽ രാത്രി ഗൂഢാലോചന നടത്തുക. അപ്പം ബാത്താന്ന് വെച്ചാൽ രാത്രി കഴിച്ചു കൂട്ടിയെന്നാണ്. അപ്പം ബയ്യത്ത് രാത്രി ഗൂഢാലോചന നടത്തിയെന്നാണ്. ത്വാഇഫത്തുൻ ഒരു വിഭാഗം ആളുകൾ, മിൻഹും അവരിൽ നിന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ അവർ രാത്രിയിൽ ഗൂഢാലോചന നടത്തുന്നു. ഗൈറല്ലദീ തഖൂൽ, അവർ പറഞ്ഞ യാതൊന്നല്ലാത്തൊരു കാര്യം. അവരെന്താ പറഞ്ഞത് നേരത്തെ? ത്വാഅത്തുൻ അനുസരണം എന്നാണ് പറഞ്ഞതല്ലേ. അപ്പോൾ അവർ പറഞ്ഞതല്ലാത്ത ഒരു കാര്യത്തിലേക്ക് അവർ ഗൂഢാലോചന നടത്തും. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ കാര്യമാണോ ഇവരെ ഉപദേശിച്ചത് അതിനെതിരെ ഇവർ ഗൂഢാലോചന നടത്തുന്നു എന്നാണ് അള്ളാഹു പറയണത്. എന്നിട്ട് അള്ളാഹു ഇവരോട് പറയാണ്, വല്ലാഹു യക്തുബു, അള്ളാഹു രേഖപ്പെടുത്തുന്നു, മാ യുബയ്യിതു, നിങ്ങൾ രാത്രിയിൽ ഗൂഢാലോചന നടത്തുന്ന കാര്യം അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന് പറയാണ്. ഈ ആയത്തുമായി മുനാഫിക്കുകൾ അറിയുന്നുണ്ടല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിത് അറിയുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് അവർക്ക് പേടി വരുന്നില്ല അല്ലേ? നമുക്ക് നോക്കാം എന്താണ്. ഫഅരിദ് അൻഹും, അതിനാൽ നീ തിരിഞ്ഞു കളയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, നബിയെ താങ്കൾ തിരിഞ്ഞു കളയുക, അൻഹും അവരിൽ നിന്നും, വതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ തവക്കൽ ചെയ്യുക, ഭരമേൽപ്പിക്കുകയും ചെയ്യുക. എല്ലാ കാര്യങ്ങളും താങ്കൾ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുക. വകഫാ ബില്ലാഹി വക്കീല, ഭരമേൽപ്പിക്കപ്പെടാൻ ഏറ്റവും അർഹനാരാണ്? അള്ളാഹു തന്നെയാണ്. അപ്പം അള്ളാഹു തന്നെ മതി. കഫ എന്ന് വെച്ചാൽ മതിയായവനാണ്, അള്ളാഹു ആണ് ഭരമേൽപ്പിക്കാൻ മതിയായവൻ തന്നെയാണ് എന്ന് പറഞ്ഞു തരാണ് അള്ളാഹു. ഇനി ഇവർക്ക് ഇതൊക്കെ കേട്ടിട്ടും എന്തുകൊണ്ടാണ് ഈ വിശ്വാസം ഇല്ലാണ്ടാവണത്? അവർക്ക് ഈ ഖുർആന് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അവർക്ക് വിശ്വാസമില്ല അല്ലേ. അല്ലെങ്കിൽ ഈ ആയത്ത് കേൾക്കുമ്പോൾ അവർക്ക് പേടി തോന്നണ്ടേ, ഇവർ രാത്രി ഗൂഢാലോചന നടത്തുന്ന കാര്യം അള്ളാഹു അറിയുന്നുണ്ട്, അത് അറിഞ്ഞിട്ടാണ് ഈ പറയണത്. നിങ്ങൾ രാത്രി ഗൂഢാലോചന നടത്തുന്ന കാര്യമൊക്കെ ഞാൻ എഴുതി വെക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടും ഇവർക്ക് പേടി തോന്നാത്ത എന്താണ്? കാരണം ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്നാണെന്ന് ഇവർക്ക് വിശ്വാസമില്ല. ദൃഢമായൊരു വിശ്വാസമുള്ള ഒരാൾക്ക് ഇതിലെ ആയത്തുകൾ കേൾക്കുമ്പോൾ എന്താണ്? മനസ്സിൽ പേടി തോന്നണം അല്ലേ. അപ്പം അള്ളാഹു അടുത്ത ആയത്തിൽ അതാണ് പറയണത്. നിങ്ങൾ ചിന്തിക്കണില്ലേ, ഉറ്റാലോചിക്കുന്നില്ലേ ഈ ഖുർആനെ കുറിച്ച്? ഇത് അള്ളാഹുവിൽ നിന്നുള്ളതല്ല, വേറൊരാൾ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി എഴുതി ഉണ്ടാക്കിയതാണെങ്കിൽ ഇതിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു. ഈ ഖുർആൻ എത്ര വർഷം കൊണ്ടാണ് ഇറങ്ങിയത്? 23 വർഷം എടുത്തു ഈ ഖുർആൻ മുഴുവനായിട്ടും അവതരിച്ചു തീരാനല്ലേ. അപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെതായ ഒരു വ്യത്യാസമോ, അല്ലെങ്കിൽ ഇപ്പം എത്ര കൊല്ലമായി ഇപ്പോൾ ഖുർആൻ ഇറങ്ങിയിട്ട്? ഒരു 1500 വർഷമായി, അല്ലെങ്കിൽ 1400 സംതിങ് വർഷമായി അല്ലേ. ഖുറാനിലെ ഓരോ ആയത്തും ഈ ഒരു കാലഘട്ടത്തിലും പ്രസക്തമല്ലേ. നമുക്കത് മനസ്സിലാവണമെങ്കിൽ ഒരു 1500 വർഷമുള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥം എടുത്ത് വായിച്ചു നോക്കണം. അതും ഇപ്പോഴത്തെ കാലവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്.
ഖുർആനിൽ അള്ളാഹു പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് അല്ലേ, ആകാശം, ഭൂമി, എല്ലാ ജീവജാലങ്ങൾ, സമുദ്രം, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇതിനെതിരെ ആയിട്ട് എന്തെങ്കിലും? ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ തെളിഞ്ഞ് വരണേ ഉള്ളൂ അല്ലേ. പല കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്, പലതും ഇനി കണ്ടുപിടിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് അള്ളാഹു പറയുകയാണ്, ഇത് അള്ളാഹുവിൽ നിന്നല്ല മറ്റ് വല്ലവരിൽ നിന്നായിരുന്നെങ്കിൽ നിങ്ങൾക്കിതിൽ പല വൈരുദ്ധ്യങ്ങളും കണ്ടെത്താമായിരുന്നു. കാരണം ഇത്ര കാലം എടുത്തിട്ടുണ്ട്. അള്ളാഹു ഇതിൽ ഭാവിയെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മളെ ഭൂതകാലങ്ങൾ, കഴിഞ്ഞു പോയ കാലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ഇനി അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഇല്ല അല്ലേ. യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യവും ഈ ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല എന്നാണ് അള്ളാഹു പറയണത്. ആയത്ത് നമുക്ക് നോക്കാം. أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا أفلا يتدبرون القرآن എന്നുവെച്ചാൽ എന്താണ്? ആണോ, ക്വസ്റ്റ്യൻ വേർഡാണത്. ഫ എന്നാൽ അല്ലെങ്കിൽ അപ്പോൾ, ല ഇല്ല, യതദബ്ബറൂന അവർ ഉറ്റാലോചിക്കുന്നു. അപ്പൊ അഫലാ യതദബ്ബറൂന അവർ ഉറ്റാലോചിക്കുന്നില്ലേ എന്നൊരു ക്വസ്റ്റ്യനാണ് അള്ളാഹു ചോദിക്കണത്. എന്തിനെ കുറിച്ചിട്ടാണ്? അൽ ഖുർആൻ, ഈ ഖുർആനിനെ കുറിച്ച്. വലൗ കാന, വലൗ ആയിരുന്നെങ്കിൽ, വലൗ എങ്കിൽ, കാന ആയിരുന്നു. അപ്പൊ വലൗ കാന ആയിരുന്നെങ്കിൽ, മിൻ ഇൻദി അടുക്കൽ നിന്നും, എവിടെ നിന്ന്? ഗൈരില്ലാഹി അള്ളാഹു അല്ലാത്തവരുടെ അടുക്കൽ നിന്നാണ് ഇത് അവതരിച്ചതെങ്കിൽ, ലവജദു, വജദ എന്നുള്ള വാക്കാണ്, ലവജദു അപ്പോൾ അവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു, ഫീഹി അതിൽ, ഇഖ്തിലാഫൻ, ഇഖ്തിലാഫ് എന്താണ്? വ്യത്യാസങ്ങൾ, പരസ്പര വൈരുദ്ധ്യങ്ങൾ അവർ കണ്ടെത്തുമായിരുന്നു, കസീറ ധാരാളമായി. നിങ്ങൾക്കൊരു വൈരുദ്ധ്യം പോലും ഇതിൽ കണ്ടെത്താൻ പറ്റൂല എന്നൊരു വെല്ലുവിളിയും കൂടിയാണ് ഈ ആയത്തല്ലേ. അപ്പം അള്ളാഹു പറഞ്ഞ എന്താണ്? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടാവൂല, ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവൂല, എന്നാൽ നിങ്ങളിൽ ഈ കാപട്യവും ഉണ്ടാവൂല എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നെ അല്ലേ. അടുത്ത ആയത്തിലും അള്ളാഹു ഈ കപട വിശ്വാസികളുടെ ഒരു സ്വഭാവത്തിനെ കുറിച്ചിട്ടാണ് പറയണത്. ഇവർക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ അപ്പം അതങ്ങോട്ട് പ്രചരിപ്പിക്കും. അത് ശരിയാണോ തെറ്റാണോ ഒന്നും ചിന്തിക്കലില്ല. ഇവരെന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു സന്തോഷ വാർത്തയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേടിപ്പെടുത്തുന്ന വാർത്തയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖമാവാം, അങ്ങനെ എന്താണെങ്കിലും വേണ്ടില്ല, ഇവർ നേരെ അതങ്ങോട്ട് പ്രചരിപ്പിച്ച് ആളുകളുടെ ഇടയിൽ ഒരു കുഴപ്പമുണ്ടാക്കും. ഇപ്പോൾ ആളുകളുടെ ഇടയിലൊരു വാർത്ത എന്തെങ്കിലും കേട്ടു എന്നൊക്കെ, ശത്രുക്കൾ ദേ പടയൊരുക്കം നടത്തുന്നുണ്ട്, അവർ വലിയൊരു സംഘം വരുന്നുണ്ടെന്ന് കേട്ടാൽ ഇവർ അങ്ങോട്ട് ആളുകളുടെ ഇടയിൽ അങ്ങോട്ട് പ്രചരിപ്പിക്കും. അപ്പോൾ ആകെ ഭീതി ഉണ്ടാക്കി ജനങ്ങളുടെ ഇടയിൽ. അല്ലെങ്കിൽ ഒരു വാർത്ത കേൾക്കുകയാണ്, ഏതെങ്കിലും ഒരു ഗോത്രം ദേ മുഴുവനായി ഇസ്ലാം സ്വീകരിക്കുകയാണ്, എന്തെങ്കിലും സന്തോഷ വാർത്ത കിട്ടി, അപ്പോഴും അവർ പ്രചരിപ്പിക്കും. അപ്പോൾ അള്ളാഹു പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആപത്ത് വരുന്നു എന്ന് അറിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു നേട്ടം കിട്ടിയെന്ന് അറിഞ്ഞാലോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ വാർത്തയെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കണം, അല്ലെങ്കിൽ അതായത് നബി സല്ലല്ലാഹു സ്വലമയെ അറിയിക്കുകയാണ് ആദ്യം വേണ്ടത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭാവത്തിൽ നിങ്ങളുടെ കൈകാര്യകർത്താക്കളിലേക്ക് നിങ്ങൾ ഈ വാർത്ത എത്തിക്കുകയാണ് വേണ്ടത് എന്നാണ് അള്ളാഹു പറയണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാർത്ത, നിങ്ങൾ ഈ കേട്ട വാർത്ത ശരിയാണോ തെറ്റാണോ എന്ന് യാതൊരു ഉറപ്പുമില്ല അല്ലേ. ഈ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രവാചകനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ നേതാക്കളെയോ അറിയിച്ചാൽ എന്താ ഉണ്ടാവുക? അവർ ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കുകയും എന്താണോ ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടതെന്ന് അവർ തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യും. അല്ലാണ്ട് വെറുതെ ആൾക്കാരുടെ ഇടയിൽ കൊണ്ട് പ്രചരിപ്പിച്ച ഈ കേട്ട വാർത്ത ശരിയല്ലെങ്കിൽ വളരെ വിപരീതമായ ഒരു അനുഭവമായിരിക്കും ഉണ്ടാക്കുക അല്ലേ. ഇപ്പോൾ അറിയാണ് നമ്മുടെ ശത്രുക്കൾക്ക് എന്തോ ഒരു ആപത്ത് ബാധിച്ചു എന്നൊരു ന്യൂസ് ഇങ്ങനെ കേട്ടു. അപ്പോൾ നാട്ടിൽ മുഴുവൻ പാട്ടാക്കി. അപ്പം എന്താ ആൾക്കാർ വളരെ സമാധാനത്തിലിരിക്കും. കാരണം എന്താ, അവരുടെ ഇനി പ്രത്യേകിച്ചൊരു വിപത്ത് നമുക്ക് വരാനില്ല, കാരണം അവരാകെ കഷ്ടത്തിലായിരിക്കുക എന്നൊരു വാർത്തയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ യാതൊരു ജാഗ്രത ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഈ വാർത്ത തെറ്റാണെങ്കിൽ എന്ത് സംഭവിക്കും? അവർ ഇങ്ങോട്ട് പടയൊരുക്കി വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അല്ല. ഇവിടെ യാതൊരു ഒരുക്കവും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരിക്കും. ഈ കപട വിശ്വാസികൾ അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഇങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് കേട്ടിട്ട് കാര്യവിവരമില്ലാത്ത അല്ലെങ്കിൽ കാര്യബോധമില്ലാത്ത ആളുകൾ ഇത് പ്രചരിപ്പിച്ചാൽ എന്തായിരിക്കും? അതൊക്കെയാണ് അള്ളാഹുവിടെ മുന്നറിയിപ്പ് നൽകണത്. നമുക്ക് ആയത്ത് നോക്കാം. ഫഇദാ ജാഅഹും, ഇതാന്ന് വെച്ചൊരു സന്ദർഭം, ജാഅ വന്നുഹും അവർക്ക്. അപ്പം അവർക്ക് വന്നാൽ എന്ത്? അമ്രുൻ വല്ല കാര്യവും വന്നാൽ, മിനൽ അംനി സമാധാനത്തെക്കുറിച്ചിട്ട്, അമ്ൻ എന്താണ്? സമാധാനം. സമാധാനത്തെക്കുറിച്ചൊരു കാര്യവും വന്നാൽ, ഔ അല്ലെങ്കിൽ അവിൽ ഖൗഫി
ഭയത്തെക്കുറിച്ച് അവർ ഭയപ്പെടേണ്ട ഒരു വിഷയമോ അല്ലെങ്കിൽ സമാധാനപ്പെടേണ്ട ഒരു വിഷയമോ അവരിലേക്ക് വന്നാൽ അദഊബി അവരതിനെ പ്രചരിപ്പിക്കും. വലൗ റദ്ദൂഹു അതിനെ അവർ മടക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇല റസൂലിലേക്ക് അവരതിനെ മടക്കിയിരുന്നെങ്കിൽ വ ഇല ഉലിൽ അംരി മിൻഹും അവരിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ അവരിലേക്കും എത്തിക്കുകയായിരുന്നുവെങ്കിൽ ലഅലിമഹുല്ലദീന അവരതിനെ അറിയുമായിരുന്നു. ലസ്തംബിതൂനഹു അതിനെ ആരാഞ്ഞെടുക്കും മിൻഹും അവരിൽ നിന്നും. അതായത് ഈ പറഞ്ഞ കാര്യം ശരിയാണോ, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ ഇവർ നിരീക്ഷിച്ചറിയും എന്നാണ് അള്ളാഹു പറഞ്ഞു കൊടുക്കണേ. ഇനി ഇങ്ങനെ ഈ വാർത്ത കേട്ട മാത്രയിൽ ഇത് പ്രചരിപ്പിക്കണ ഒരു രീതി എന്താണ്? അത് പൈശാചികാണ്, പിശാചിൽ നിന്നുള്ളതാണെന്നാണ് അള്ളാഹു പറയണത്. അള്ളാഹുവിൻ്റെ ഫദ്ലും കാരുണ്യമൊക്കെ നിങ്ങളിൽ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ അധികം ആൾക്കാരും ഈ പിശാചിനെ പിൻപറ്റുമായിരുന്നു എന്നാണ് അള്ളാഹു അടുത്ത ഭാഗത്തിൽ പറഞ്ഞു തന്നെ കേട്ടാ. വലൗ ലാ ഫദ്ലുല്ലാഹി വലൗ എങ്കിൽ ലാ ഇല്ലായിരുന്നു ഫദ്ല് അനുഗ്രഹം. അപ്പോൾ അള്ളാഹുവിൻ്റെ ലൗലാ ഫദ്ലുല്ലാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ അലൈക്കും നിങ്ങളുടെ മേൽ വറഹ്മത്തുഹു റഹ്മത്ത് എന്താണ്? കാരുണ്യം. അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ ലത്തബഅതുമുശ് ശൈത്വാന ഇത്തബഅ പിൻപറ്റിയില്ലേ, അവിടെ ആ ലാ പറയണത് ഉറപ്പിക്കാനാണ്. ലത്തബഅതും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും അശൈത്വാന പിശാചിനെ ഇല്ലാ ഖലീല അല്പം ആളുകൾ ഒഴികെ, നിങ്ങളിൽ നിന്നും വളരെ കുറച്ച് ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും പിശാചിനെ പിൻപറ്റുക തന്നെ ചെയ്യുമായിരുന്നു എന്നാണ് അള്ളാഹു പറയണത്. അപ്പം അള്ളാഹുവിൻ്റെ ഒരു ഫദ്ൽ അള്ളാഹുവിടെ അറിയിച്ചു തരാണ് അല്ലേ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാണ് ഈ ആയത്ത് അല്ലേ. നമ്മളിപ്പോൾ ഈ ഫോർവേഡഡ് മെസ്സേജസുകളൊക്കെ അയക്കണ ഒരു കാലമാണ്. അത് എവിടെ നിന്ന് വന്നു, ആര് ക്രിയേറ്റ് ചെയ്തു, സത്യമാണോ ഒന്നും അറിയില്ല, കേട്ട മാത്രമേ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാണ്. ഇത് ഫോർവേഡ് ചെയ്യുമ്പോൾ വളരെ നിഷ്കളങ്കമായിട്ടായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കണേ. ഒരു നല്ല കാര്യമല്ലേ ഞാൻ ഈ ചെയ്യണത് എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. പക്ഷേ നമ്മൾ അവിടെ ഏറ്റവും ശ്രദ്ധിക്കണം എന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറച്ച് ഹദീസുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, കേട്ടതെല്ലാം പറയുന്നത് തന്നെ മതി ഒരു മനുഷ്യനിൽ വ്യാജം ഉണ്ടായിരിക്കുവാൻ. അതായത് നമ്മൾ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞ് കേട്ട കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ അത് വ്യാജമായി എന്നാണ്, വ്യാജം ഉണ്ടാക്കലായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത്. മുഗീറത്തുബ്നു ശുഅബ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസ് ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖീലയും ഖാലയും വിരോധിച്ചിരിക്കുന്നു. ഖീല എന്ന് വെച്ചാൽ എന്താണ്? പറയപ്പെട്ടു. ഖാല എന്ന് വെച്ചാൽ പറഞ്ഞു. ദേ ഇന്ന ആൾ അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ പണ്ട് പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയില്ലേ, അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട് എന്നാണ് പറയണത്. ഇതിൻ്റെ ഉദ്ദേശം സത്യാവസ്ഥയും ഗുണദോഷവും നോക്കാതെ കണ്ടതും കേട്ടതുമൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു എന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ പറയുന്നു എന്നുള്ളത് മനുഷ്യൻ്റെ വളരെ ദുഷിച്ച ഒരു വാഹനമാണ്. അതായത് വാർത്തകൾ പറയുമ്പോൾ അതേ അവൻ ഇങ്ങനെ പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയൂലേ, ആ ഒരു സമ്പ്രദായം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ഒരു ദുഷിച്ച അടവാണെന്ന്. കാരണം ഞാനല്ല പറയണത്, അവരല്ലേ പറഞ്ഞത്. അപ്പം അങ്ങനെ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയാത്തൊരു കാര്യത്തിനെ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക അല്ലേ. ഇത് ചിലപ്പോൾ സത്യാവോ അല്ലേന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ വായിക്കുമ്പോൾ എന്താ വളരെ നല്ല കാര്യമാണ്, ദേ ഇന്നൊരു കാര്യം ഇത്ര പ്രാവശ്യം ചെയ്താൽ ഇത്ര പ്രതിഫലം ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതങ്ങനെ പറയുന്നിട്ട് പോലും ഉണ്ടാവില്ല. അതൊക്കെ വളരെ തെറ്റായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പ്രചരിപ്പിച്ചതിന് തുല്യമാണത്. പറയാത്തൊരു കാര്യം പുണ്യമാണെങ്കിലും നമുക്ക് തോന്നുന്നതാ ഇതിപ്പോൾ ഇത്ര പ്രാവശ്യം ചൊല്ലിയാൽ നല്ല കാര്യമല്ലേ എന്നൊക്കെ തോന്നുമല്ലേ. അപ്പോൾ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണ്ട. വളരെ ഉറപ്പുള്ള സ്വഹീഹായ ഹദീസുകൾ മാത്രം ഫോർവേഡ് ചെയ്യുക. അതുപോലെ ഏതൊരു വാർത്തയാണെങ്കിലും ജനങ്ങളുടെ ഇടയിൽ ഭീതി പരത്തണ പല സന്ദർഭങ്ങളുണ്ടാവും. അപ്പോഴും എവിടെന്നെങ്കിലും ഒരു ന്യൂസ് കേട്ടാൽ അതങ്ങോട്ട് ഫോർവേഡ് ചെയ്യണം. അത് സത്യമാണോ ഒന്നും അറിയില്ല. അപ്പം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, കാരണം ഇതൊക്കെ അള്ളാഹു അവിടെ രേഖപ്പെടുത്തി വെക്കേണ്ടതെന്ന് നമ്മൾ ആലോചിച്ചിട്ട് വേണം ഈ മെസ്സേജസ് ഫോർവേഡ് ചെയ്യാൻ. നമുക്ക് ജസ്റ്റ് ഒരു സെക്കൻഡ് മതിയില്ലേ ലോകത്തിൻ്റെ നാനാഭാഗത്തിലേക്ക് എത്തിക്കാനായിട്ട്. പക്ഷെ അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം എന്നാണ് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം പറഞ്ഞില്ലേ, കേട്ടത് ഇങ്ങനെ പ്രചരിപ്പിക്കണ ഒരു സ്വഭാവം എവിടെ നിന്നുള്ളതാണ്? പിശാചിൻ്റെ കുതന്ത്രമാണത്. കാരണം നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുകയാണ്. അപ്പം അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഫദ്ലും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ അധികം ആൾക്കാരും ഇതൊക്കെ തന്നെ ചെയ്താനേന്ന്. എത്രയോ കാലം മുമ്പ് പറഞ്ഞു വെച്ച കാര്യമാണല്ലേ അള്ളാഹു ഇത്. ഈ ഒരു കാലഘട്ടത്തിലും നമുക്കിതിൻ്റെ പ്രസക്തി മനസ്സിലാവണില്ലേ. അടുത്ത ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ളൊരു ഉപദേശമാണ്, അല്ലെങ്കിൽ ഒരു കൽപ്പനയാണ്. നബിയെ താങ്കൾ യുദ്ധം ചെയ്യുക, പക്ഷേ മറ്റാരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അവരെ പ്രേരിപ്പിച്ചാൽ മാത്രം മതി. സത്യവിശ്വാസികളെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചാൽ മതി എന്നാണ് അള്ളാഹു പറയണത്. കാരണം എന്താണ്? ഇവിടെ കപടവിശ്വാസികൾ ഉണ്ടെന്ന് ഇപ്പം തെളിഞ്ഞു അല്ലേ.
ഉഹദ് യുദ്ധത്തിന് പുറപ്പെട്ടു, ഒരു 300 പേരടങ്ങുന്ന സംഘം ഞങ്ങളില്ല എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. കാപട്യമുള്ളവരാണ് അവർ. അപ്പം അള്ളാഹു പറയാണ്, നബിയെ താങ്കൾ യുദ്ധം ചെയ്യുക, അല്ലാണ്ട് ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ആയത്ത് നമുക്ക് നോക്കാം. ഫഖാതിൽ ഫീ സബീലില്ലാഹി ലാ തുകല്ലഫു ഇല്ലാ നഫ്സക വഹദ്ദിദിൽ മുഅ്മിനീൻ അസല്ലാഹു അൻ യകുഫ ബഅസല്ലദീന കഫറൂ വല്ലാഹു അശദ്ദു ബഅസൻ വഅശദ്ദു തൻകീലാ. ഫഖാതിൽ എന്നാൽ താങ്കൾ യുദ്ധം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയണത്. ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക. ലാ തുകല്ലഫു താങ്കൾ ശാസിക്കപ്പെടുകയില്ല. ഇല്ലാ നഫ്സക് സ്വന്തം ശരീരത്തെക്കുറിച്ചല്ലാതെ അല്ലെങ്കിൽ സ്വന്തത്തെക്കുറിച്ചല്ലാതെ താങ്കളോട് ശാസിക്കപ്പെടുകയില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്യാനായിട്ട് അള്ളാഹു കൽപ്പിക്കുകയാണ്. പക്ഷേ ബാക്കി ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. വഹദ്ദിദിൽ മുഅ്മിനീൻ സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അസല്ലാഹു അള്ളാഹു ആയേക്കാം ഐ യകുഫ കഫ എന്ന് വെച്ചാൽ തടയുക അല്ലെങ്കിൽ മതിയാക്കുക അല്ലേ. ഐ യകുഫ ബഅസല്ലദീന കഫറു അവിശ്വസിച്ച ആളുകളുടെ ശൗര്യത്തെ തടുക്കാൻ അള്ളാഹു തടുത്തു തന്നേക്കാം. വല്ലാഹു അള്ളാഹു ആകട്ടെ അശദ്ദു ഏറ്റവും കഠിനമായവനാണ് ബഅസൻ ശൗര്യത്തിൽ, വ അശദ്ദു തൻകീല ശിക്ഷാ നടപടിയുടെ കാര്യത്തിലും അള്ളാഹു ഏറ്റവും ശക്തനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ആശ്വാസം നൽകാണ്. നബിയെ കുറേ ആൾക്കാരൊന്നും യുദ്ധത്തിന് വന്നില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യത ഇത് അവരെ ക്ഷണിക്കൽ മാത്രമാണ്, സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കൽ മാത്രമാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിയമം വെച്ചിട്ടില്ല, ഇത്ര ആളുകൾ യുദ്ധത്തിന് വരണം എന്നൊരു നിയമം വെച്ചിട്ടില്ല. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനായിട്ട് ആഹ്വാനം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്യാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഫഖാത്തിൽ എന്നാൽ നബിയെ താങ്കൾ യുദ്ധം ചെയ്യുക. അവിടെ അമ്ര ഫിഅലാണ് അല്ലേ, യുദ്ധം ചെയ്യാനുള്ള ഒരു കൽപ്പനയാണ്. ബാക്കിയുള്ളവരെ വിളിച്ചാൽ മതി. അള്ളാഹു എന്ത് ചെയ്യും, ശത്രുക്കൾ ഒരുപാട് പേരുണ്ട്, നിങ്ങൾ സത്യവിശ്വാസികൾ കുറച്ച് ആൾക്കാരുള്ളൂ എന്നൊരു കാര്യത്തിൽ പേടി വേണ്ട എന്നാണ് അള്ളാഹുവിടെ ആശ്വസിപ്പിക്കുന്നത്. ഈ അവിശ്വാസികളുടെ ശൗര്യത്തെ തടുക്കാൻ അള്ളാഹ്ക്ക് കഴിയും. അള്ളാഹു ആണ് ഏറ്റവും ശൗര്യമുള്ളവനും ഏറ്റവും അധികം ശിക്ഷാ നടപടി എടുക്കുന്നവനും അള്ളാഹു തന്നെയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ആശ്വാസം നൽകുകയാണ്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് എന്താ വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും നല്ലൊരു കാര്യത്തിന് നന്മയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്താൽ അതിൽ നിന്നൊരു പ്രതിഫലം, അതിൻ്റെ ഒരു ഓഹരി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു മോശം കാര്യത്തിനാണ് നിങ്ങൾ ശുപാർശ ചെയ്യണമെങ്കിലോ അതിൽ നിന്നും ഒരു പങ്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നാണ് പറയണത്. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്നാണ് അടുത്ത ആയത്തിൽ പറയണത്. ആയത്ത് നമുക്ക് നോക്കാം. من يشفع شفاعة حسنة يكن له نصيب منها ومن يشفع شفاعة سيئة يكن له كفل منها وكان الله على كل شيء مقيتا. من يشفع മന്നച്ച ആരെങ്കിലും ഷഫാഅത്ത് ചെയ്താൽ ശുപാർശ ചെയ്യുന്ന പക്ഷം, ഷഫാഅത്തൻ ഒരു ശുപാർശ, ഹസനത്തൻ നല്ലതായ അല്ലെങ്കിൽ നന്മയുള്ളതായ ഒരു ശുപാർശ ആരെങ്കിലും ചെയ്താൽ യകുൻ ലഹു അവനുണ്ടായിരിക്കും നസീബുൻ ഒരു ഓഹരി മിൻഹ അതിൽ നിന്നും. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആൾക്കാരെ വിളിക്കുകയാണ്. ഇപ്പോൾ ഒരു ഖുറാൻ ക്ലാസ് നടക്കണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു പ്രവൃത്തി അവിടെ നടക്കണത്, ഇന്നൊരു കാര്യം മറ്റുള്ളവരെ സഹായിക്കണ്, നിങ്ങൾ വരൂ, അല്ലെങ്കിൽ ഇന്നൊരാൾ ബുദ്ധിമുട്ടിലാണ് അയാളെ നമുക്ക് സഹായിക്കാൻ. ചിലപ്പോൾ ഈ വിളിക്കുന്ന ആൾക്ക് പൈസ ഉണ്ടാവണം എന്നില്ല അല്ലേ, പക്ഷേ മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം. അങ്ങനെ ഏതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രേരിപ്പിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ അവരെ വിളിച്ചാൽ ശുപാർശ ചെയ്താൽ അതിൻ്റെ ഒരു ഓഹരി നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു അള്ളാഹു. ഇനി വമൻ യശ്ഫ ആരെങ്കിലും ശുപാർശ ചെയ്യുന്ന പക്ഷം, എന്ത് ഷഫാഅത്തൻ ഒരു ശുപാർശ, സയ്യിഅത്തൻ ഒരു മോശമായ ഒരു കാര്യത്തിനാണ് ശുപാർശ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മോശമായ ഒരു കാര്യത്തിനാണ് ക്ഷണിക്കണമെങ്കിൽ യകുൻ ലഹു അവനുണ്ടായിരിക്കും കിഫ്ലുൻ മിൻഹ അതിൽ നിന്നൊരു പങ്ക് അവനുണ്ടായിരിക്കും. ഇപ്പം എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ പോണത് മുടക്കിയാലും എന്താണ്, അതൊരു ദുഷിച്ച കാര്യമാണല്ലേ. ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പോവാണ്, അപ്പോൾ ഇവിടെ പറയണത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് ചെയ്യാൻ വേറെ എത്ര ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ് നമ്മളത് മുടക്കുമല്ലേ. അങ്ങനെ ആ മുടക്കണതിനെ ആണ് ഒരു ദുഷിച്ച കാര്യം നിങ്ങൾ ശുപാർശ ചെയ്താൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മോശം ഒരു കാര്യം ചെയ്യണേ, അവിടെ ഇന്നൊരു പരിപാടി നടക്കണം, നമുക്ക് കണ്ടിട്ട് വരാം എന്നുകൊണ്ട് വിളിച്ചിട്ട് പോകല്ലേ ഫ്രണ്ട്സ്.
അപ്പം അങ്ങനെ ചെയ്താലും, ഒരു നന്മ മുടക്കിയാലും, ഒരു മോശമായ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചാലും അതിൻ്റെ ഒരു പങ്കും നിങ്ങൾക്കുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പം ഈ ആയത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് അള്ളാഹു ഒരു ഓഹരി ഉണ്ടെന്ന് പറയാൻ ഉപയോഗിച്ച വാക്ക് നസീബ് എന്നാണ്. പിന്നെ വന്നു വമൻ യശ്ഫഅ ശഫാഅതൻ സയ്യിഅതൻ യകുൻ ലഹു കിഫ്ലുൻ മിൻഹ, അവിടെയും ഒരു പങ്ക്, നിങ്ങൾക്കൊരു പങ്കുണ്ട് എന്ന് പറയാനായിട്ട് അള്ളാഹു ഉപയോഗിച്ച വാക്ക് കിഫ്ലുനാണ്. രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നസീബ് എന്ന് വെച്ചാലും ഒരു ഓഹരിയാണ്, കിഫ്ലു എന്ന് വെച്ചാലും ഒരു ഓഹരി തന്നെയാണ്. നസീബ് എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഔദാര്യവും കൂടി അതിലുണ്ടായിരിക്കും. അതായത് നമ്മളൊരു നന്മ ചെയ്താൽ അള്ളാഹു അതിന് അർഹിക്കുന്ന പ്രതിഫലം 100 1000 ഒക്കെ ഇരട്ടിയായിട്ട് നമുക്ക് പ്രതിഫലം നൽകും. പക്ഷേ കിഫ്ല് എന്ന് വെച്ചാൽ എന്താ, ഒരു അനീതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ആ തെറ്റ് ചെയ്തതിന് മാത്രമുള്ള ശിക്ഷ, അതിന് അർഹിക്കുന്ന ശിക്ഷ മാത്രമേ തരുള്ളൂ. അതിൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരൂല. നന്മയ്ക്ക് അങ്ങനെയല്ല, അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് അള്ളാഹു അത് ഇരട്ടിയായിട്ട് തരും. അതാണ് ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം. വകാന അള്ളാഹു ആകുന്നു അലാ കുല്ലി ഷൈഇൻ മുഖീത, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ ഏത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഉപദേശമോ പ്രോത്സാഹനങ്ങളോ പ്രാർത്ഥനകളോ ഒക്കെ അത് നമുക്ക് ഗുണമാണെന്ന്. ഇപ്പോൾ നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഗുണം നമുക്കും കൂടിയാണ്. നമുക്കും മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമ്മൾ നമ്മളുടെ ഒരു സഹോദരന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അവരറിയാണ്ട് നടത്തുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമീൻ പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്കും ഉണ്ട്, അത് തന്നെ നമ്മൾക്കും കിട്ടട്ടെ എന്ന് ഈ മലക്കുകൾ പ്രാർത്ഥിക്കും എന്നാണ്. അപ്പോൾ നമ്മളൊരാളെ ഏതെങ്കിലും ഒരു നന്മയിലേക്ക്, ഒരു ഖുർആൻ ക്ലാസ്സിലേക്ക് നമ്മൾ ക്ഷണിച്ചു, അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്ത് ഇന്ന പരിപാടി ഉണ്ടെന്ന് അറിയിച്ചു. അപ്പോൾ അവരവിടെ പോയി പഠിച്ച് അവരാ ജീവിതത്തിൽ പകർത്തണ കാലത്തോളം അവർക്കുള്ള പ്രതിഫലത്തിൽ യാതൊരു കുറവുമില്ലാണ്ട് അതിൻ്റെ ഒരു പങ്ക് നമുക്കും കൂടി കിട്ടും എന്നാണ്. നമ്മളൊരക്ഷരം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു നല്ലൊരു മെസ്സേജ് നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം കൃത്യമായ സോഴ്സിൽ നിന്നുള്ളതാണോ. ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു ഒരു മോശമായ ഒരു കാര്യം പ്രചരിപ്പിക്കണതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യം പ്രചരിപ്പിക്കണതിനെക്കുറിച്ച്, അതിൻ്റെ ഭവിഷ്യത്തുകൾ ആലോചിക്കാണ്ട് പ്രചരിപ്പിക്കണതിനെ കുറിച്ചല്ലേ. ഇവിടെ നമ്മളൊരു നന്മയാണെന്ന് ഉറപ്പുണ്ടായിരിക്കണം നമ്മൾ ചെയ്യണ കാര്യം. അത് കൃത്യമായ സോഴ്സിൽ നിന്നാണോ എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മളത് പ്രചരിപ്പിക്കാൻ. ആ ഒരു ബാധ്യത ആരുടെ മേത്താണ്? നമ്മുടെ മേത്താണോ ഉള്ളത് അല്ലേ. അതുകൊണ്ട് വരുന്ന ദോഷവും നമുക്ക് തന്നെയാണെന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഒരു നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം ഉണ്ടായിരിക്കും. അതിൽ നിന്നൊരു ഓഹരി അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്ര അള്ളാഹു ഇരട്ടിയാക്കി തരും. ആ നന്മ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കണ അനുസരിച്ചിട്ടല്ലേ. കിഫ്ല് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ അർഹമായ ശിക്ഷ. ഒരു തിന്മയിലേക്ക് കൊണ്ടുപോയാൽ ഇയാൾ ചെയ്യണ തെറ്റുണ്ടാവും, അയാൾ ചെയ്യണ തെറ്റിൻ്റെ ഒരു ഭാഗം കൂടി നമുക്ക് കിട്ടും എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളൊരാളെ അഭിവാദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ്. ആയത്ത് നമുക്ക് നോക്കാം. وَإِذَا حُيِّيتُم بِتَحِيَّةٍ فَحَيُّوا بِأَحْسَنَ مِنْهَا أَوْ رُدُّوهَا إِنَّ اللَّهَ كَانَ عَلَى كُلِّ شَيْءٍ حَسِيبًا. വഇദ ഒരു സന്ദർഭം അല്ലേ. ഹുയ്യീത്തും നിങ്ങൾക്ക് അഭിവാദ്യം നൽകപ്പെട്ടാൽ, ബിതഹിയ്യത്തിൻ ഒരു അഭിവാദ്യത്തിൽ നിന്നും, ഫഹയ്യു എന്നാൽ നിങ്ങൾ അഭിവാദ്യം ചെയ്യുവിൻ, ബി അഹ്സന മിൻഹ അതിനേക്കാൾ നല്ലതായ ഒരു അഭിവാദ്യം, ഔ അല്ലെങ്കിൽ റുദ്ദൂഹ അത്രയും തന്നെയെങ്കിലും നിങ്ങൾ മടക്കുക. ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു കാന ആകുന്നു, അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തെ പറ്റിയും, ഹസീബ കണക്കു നോക്കുന്നവനാകുന്നു. ഇവിടെ തഹിയ്യത്ത് എന്ന വാക്കിൻ്റെ യഥാർത്ഥ സാക്ഷാൽ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്. ഇപ്പം നമ്മളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള തഹിയ്യത്ത് എന്താണ്? ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ സലാം ചൊല്ലും അല്ലേ, അസ്സലാമു അലൈക്കും എന്ന് പറയും. അസ്സലാമു അലൈക്കും എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സമാധാന രക്ഷ ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പറയണത്. ഇപ്പോൾ ഒരാൾ നമ്മളോട് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ തിരിച്ചു മടക്കുക? വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ള അതിനേലും നന്നായിട്ട് മടക്കണം എന്നാണ് പറഞ്ഞത്. നമ്മളോട് ഇങ്ങോട്ട് അഭിവാദ്യം ചെയ്യപ്പെട്ടതിനേക്കാൾ നന്നായി പറയണം എന്ന്. അപ്പോൾ വഅലൈക്കുമുസ്സലാം എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ സമാധാന രക്ഷ ഉണ്ടാകട്ടെ. വലൈക്കുമുസ്സലാം വറഹ്മത്തുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ കൂടുതലായിട്ട് പറയുകയാണല്ലേ. ഇപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചെന്ത് മടക്കണം? വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു അള്ളാഹുവിൻ്റെ ബർക്കത്ത് കൂടി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് കൂടുതലായിക്കൊണ്ട് നമ്മൾ പറയണം. അതാണ് അള്ളാഹു പറയണേ. ഒന്നില്ലെങ്കിൽ കൂടുതൽ പറയുക, അല്ലെങ്കിൽ മിനിമം ആൾ പറഞ്ഞ അത്രയെങ്കിലും നമ്മൾ തിരിച്ചു മടക്കണം എന്നാണ്. ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ഒരു സലാം ചൊല്ലണം എന്നുള്ളത്
അത് ഒരു മുസ്ലിമിൻ്റെയും കടമയാണല്ലേ. നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധം വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്, സലാമിനെ നിങ്ങൾക്കിടയിൽ വർദ്ധിപ്പിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പക്ഷെ ഒരാൾ നമ്മളോട് സലാം ചൊല്ലിക്കഴിഞ്ഞാൽ സലാം അടക്കുക എന്നുള്ളതൊരു കടമ മാത്രമല്ല, ഒരു നിർബന്ധ നിയമമായി മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന് 10 നന്മയാണ്. അപ്പം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്നും കൂടി ചേർക്കുമ്പോൾ എന്താണ്, അവർക്ക് 20 നന്മയുണ്ട്. ഇനി വബറകാതുഹു എന്നും കൂടി ചേർത്താണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നും കൂടി ചേർത്തിട്ടാണ് പറയണമെങ്കിൽ ആൾക്ക് 30 നന്മയുണ്ടായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഈ തഹിയ്യത്ത് എന്നുള്ളൊരു വാക്കുകൊണ്ട് ഉദ്ദേശം സലാം പറയൽ മാത്രമല്ല, ഏതൊരു ഉപചാര കർമ്മങ്ങളും ഇങ്ങോട്ട് ചെയ്യണേക്കാളും നല്ല രീതിയിൽ നിങ്ങൾ തിരിച്ചു മടക്കുക, അല്ലെങ്കിൽ അവർ ചെയ്തത് അത്ര പോലെയെങ്കിലും നിങ്ങൾ തിരിച്ച് പറയണം എന്നാണ് പറഞ്ഞത് അല്ലേ. അള്ളാഹു ഇതിനെല്ലാം കണക്ക് നോക്കാനായിട്ട് അള്ളാഹുവിന് പറ്റും. എല്ലാ കാര്യത്തിനും കൃത്യമായി കണക്ക് നോക്കുന്നവനാണ് അള്ളാഹു എന്നാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ആദ്യം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെയാണ് അനുസരിക്കണത്. ഇനി ആരെങ്കിലും ഇതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ആശ്വാസം പറയാണ് അള്ളാഹു, നബിയെ താങ്കൾക്ക് ഇത് എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് ബാധ്യതയുള്ളൂ, ഒരിക്കലും അവരുടെ മേൽ കാവൽക്കാരനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്തു. പിന്നെ പറഞ്ഞു, ഈ കപട വിശ്വാസികളിൽ നിന്നൊരു വിഭാഗം അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അവരുണ്ടായിരിക്കും, ഒന്നാമത്തെ സൊഫിൽ തന്നെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അവരെന്താ അവിടെ ഇരുന്നിട്ട് പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപദേശിക്കുമ്പോൾ അവരെല്ലാം അനുസരിച്ചോളാം എന്നൊക്കെ വളരെ ഉറപ്പോടുകൂടി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഞങ്ങൾ അനുസരണമാണ് ഞങ്ങളുടെ മെയിൻ മുദ്രാവാക്യം എന്നുള്ള രീതിയിൽ അവർ പറയും. എന്നിട്ട് അവരവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ രാത്രി ഇവർ ഗൂഢാലോചന നടത്തും. ഇതിനെതിരെയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനെതിരെയായിട്ടും ഇവർ അനുസരണം എന്ന് പറഞ്ഞ ആ ഒരു വാക്കിനെതിരെയായിട്ടും ഇവർ പ്രവർത്തിക്കും. അപ്പം അള്ളാഹു പറയാണ്, ഇതൊക്കെ ഞാൻ എഴുതി വെക്കുന്നുണ്ട്, ഇവരെ രാത്രി ഗൂഢാലോചന നടത്തണ എല്ലാ കാര്യവും ഞാൻ എഴുതി വെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കൾ അവരിൽ നിന്നും തിരിഞ്ഞു കളയുക, എന്നിട്ട് അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കാനായിട്ട് അള്ളാഹു തന്നെ മതി എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ, എന്തുകൊണ്ട് നിങ്ങൾക്കിതിൽ വിശ്വാസം വരണില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ആ ചോദ്യം അല്ലേ. ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നല്ലായിരുന്നെങ്കിൽ ഇതിൽ നിങ്ങൾ ഒരുപാട് വ്യത്യാസങ്ങൾ, ഇഖ്തിലാഫുകൾ കണ്ടെത്തിയാനേ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയാനേ എന്നാണ് അള്ളാഹു പറയണത്. അപ്പോൾ ഖുർആൻ ഒരിക്കലും കാലഹരണപ്പെട്ടു പോയൊരു ഗ്രന്ഥമല്ല അല്ലേ. ഇപ്പോഴും ഇതിലെ ആയത്തുകൾ പ്രസക്തമാണ്. നമ്മളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല ഇതുവരെ അല്ലേ. ഇനി ഭാവിയിൽ നടക്കാൻ പോണ കാര്യങ്ങളും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അതും തീർച്ചയായും നടക്കുന്നത് തന്നെയാണ്. നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുതിയ ഒരു ഗ്രന്ഥമെടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം ഇന്നത്തെ കാലവും അതും തമ്മിൽ എത്ര വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത്. ഇപ്പോൾ പല സംഘടനകളും അവരുടെ ഭരണഘടന അല്ലെങ്കിൽ അവരുടെ നിയമങ്ങൾ, റൂളുകളൊക്കെ തിരുത്തി എഴുതാറുണ്ട് കാലഘട്ടം മാറുന്നതിനനുസരിച്ച്. ഖുർആനിലെ ഒരായത്ത് പോലും അങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ല, ഇനി വരികയുമില്ല എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. പിന്നെ അള്ളാഹു പറഞ്ഞു, നിങ്ങളിലേക്ക് ഒരു സന്തോഷമുള്ളൊരു കാര്യം വരികയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം വരികയാണെങ്കിൽ അത് ആദ്യം തന്നെ നിങ്ങൾ പ്രചരിപ്പിക്കരുത്. അത് ആദ്യം നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കുക, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളിലേക്ക്, നിങ്ങളുടെ നേതാക്കളിലേക്ക് എത്തിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ അതിനെക്കുറിച്ച് പഠിച്ച് തീരുമാനം അറിയിക്കും നിങ്ങളെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഒരിക്കലും നമ്മളൊരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നേരെ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സൂറത്ത് ഹുജറാത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഒരു ഫാസിഖായ, ഒരു തോന്നിയവാസിയായ ഒരാൾ ഒരു കാര്യം നിങ്ങളിൽ അറിയിച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കണം, അതിനുശേഷം മാത്രമേ നിങ്ങളത് പ്രചരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പം അള്ളാഹു പറയാണ്, ഇങ്ങനെ ഈ പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം എവിടെ നിന്നാണ്? പിശാചിൽ നിന്നുള്ളതാണ്. ഒന്നും നോക്കാണ്ട് കിട്ടിയ വഴിക്ക് അത് അങ്ങോട്ട് നാട്ടിലേക്ക് മുഴുവൻ പാട്ടാക്കണ ഒരു പരിപാടി, അത് പൈശാചികമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും, ഒരു കുറച്ച് പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്യുമായിരുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ളൊരു ഉപദേശമാണ്, നബിയെ താങ്കൾ യുദ്ധം ചെയ്യുക. ഒരിക്കലും മറ്റുള്ളവരെ യുദ്ധത്തിന് വേണ്ടി നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, സത്യവിശ്വാസികളെ പ്രേരിപ്പിച്ചാൽ മാത്രം മതി. അള്ളാഹു ശത്രുസേന എത്ര ശക്തമായിരുന്നാലും അവരെ അള്ളാഹു അവരുടെ ശൗര്യം തടുക്കാൻ കഴിവുള്ളവനാണ്. അള്ളാഹു തടുത്തു തരും. അള്ളാഹു ആണ് ഏറ്റവും അധികം ശൗര്യമുള്ളവനും ഏറ്റവും അധികം ശിക്ഷാ നടപടിയെടുക്കുന്ന ആളും അള്ളാഹു തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, നമ്മൾ ഏതൊരു കാര്യത്തിനും ശുപാർശ ചെയ്താൽ, നന്മയായ ഒരു കാര്യത്തിന് വേണ്ടി ശുപാർശ ചെയ്താൽ അതിൽ നിന്നും ഒരു ഓഹരി നമുക്ക് കിട്ടും.
ഇനി ഒരു മോശമായ കാര്യത്തിനാണ് നമ്മൾ ശുപാർശ ചെയ്യണമെങ്കിൽ അതിൽ നിന്നുള്ള ഒരു ഓഹരിയും നമുക്കുണ്ട്. ഈ 2 ഓഹരിയും തമ്മിലുള്ള വ്യത്യാസം എന്താ നമ്മൾ പറഞ്ഞത്? നസീബ് എന്നാണ് ആദ്യത്തെ നന്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞതല്ലേ. അതെന്താ? അള്ളാഹുവിൻ്റെ ഫضല് കൊണ്ട് നമ്മളൊരു നന്മ ചെയ്താൽ അള്ളാഹു അത് ഇരട്ടിയായി 100 1000 ഒക്കെ ആയിട്ട് അള്ളാഹു 70,000 ഇരട്ടി വരെ പ്രതിഫലം നൽകണ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഔദാര്യം കൊണ്ട് നമുക്കതിനെ ഇരട്ടിയായി അള്ളാഹു നമ്മൾക്ക് തരും. ഇനി ഒരു മോശമായ കാര്യത്തിനാണ് നമ്മൾ ശുപാർശ ചെയ്യണമെങ്കിൽ അതിൽ നിന്നും ഒരു പങ്കുണ്ട്. അപ്പം എന്താ? അതിന് നമ്മൾ ചെയ്ത ആ തെറ്റിനുള്ള അർഹമായ ആ ഒരു ശിക്ഷ മാത്രമേ ഉള്ളൂ. അള്ളാഹു അതിന് എക്സ്ട്രാ കൂട്ടി തരണില്ല. ആ ചെയ്തതിന് മാത്രമുള്ള ശിക്ഷയെ അള്ളാഹു തരുള്ളൂ. അപ്പം അതിൽ നിന്നും നിങ്ങൾക്കൊരു പങ്കുണ്ട്. നമ്മൾ വേറൊരാളെ പ്രേരിപ്പിച്ച് അയാളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തതിൽ നിന്നൊരു ഭാഗം നമുക്കും കിട്ടും എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, നമ്മളൊരു ആളോടെ കാണുമ്പോൾ സലാം ചെല്ലുകയാണെങ്കിൽ, നമ്മളൊരു തഹിയ്യത്ത്, ഒരാൾക്കൊരു ഉപചാരം നടത്തുമ്പോൾ അവരിങ്ങോട്ട് ചെയ്തതിനേക്കാൾ നല്ല രീതിയിലാണ് അവർക്ക് മടക്കേണ്ടത്. അല്ലെങ്കിൽ മിനിമം ആ തന്ന രീതിയിലെങ്കിലും, നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞ രീതിയിലെങ്കിലും നമ്മളത് മടക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും കണക്ക് നോക്കുന്നവനാകുന്നു. നമ്മളൊരു കാര്യവും നിസ്സാരമായിട്ട് കരുതണ്ട. എല്ലാ കാര്യവും അള്ളാഹു കൃത്യമായി കണക്ക് നോക്കുന്നുണ്ട് എന്ന് അള്ളാഹുവോട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. അപ്പം നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.